ഈ ഒരു രാജവെമ്പാലയോ ഒരു മൂർഖനോ ഒക്കെ നിൽക്കുന്ന ദൃശ്യമൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ലെൻസിലേക്കൊക്കെ കുത്തുന്ന ചിത്രമൊക്കെ നമ്മളെടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഓവർ പേടിച്ചിട്ടുണ്ട്, ഉള്ളതിനേക്കാളും പേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പേടിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതാ പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാമ്പ് അതിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് കുറച്ച് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു കേസാണ്. നമുക്ക് അറിഞ്ഞൂടാ ഇത് വിഷമുള്ളതാണോ അല്ല എന്നുള്ളത്. സോ താങ്കൾ ഒരുപാട് പാമ്പുകളുടെ ഫോട്ടോ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. കൂടുതലും ഹെൽപ്പ് ചെയ്യാന്ന് ഒരു പാമ്പ് പ്രേമിയാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേമി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാണാനും പഠിക്കാനും താല്പര്യമുണ്ട്. അപ്പം ഗവേഷകനാണോ താങ്കൾ? അല്ല, ഗവേഷകനല്ല, എന്തൂസിയാസ്റ്റ് ആണ്. ഈ എന്തൂസിയാസം എന്തിനാ ഈ പാമ്പിൽ വന്നത്? പാമ്പിൽ മാത്രമല്ല, ഈ ഉരക ഉഭയജീവികളിലെല്ലാം തന്നെ ഇപ്പൊ പാമ്പ്, തവള, അതിനെ കാണുമ്പോൾ ഒരു കൗതുകം, അതിന്റെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് കണ്ട്. അക്കാഡമിക്കലായിട്ട് താങ്കൾ എന്താ പഠിച്ചത്? ഞാൻ പഠിച്ചത് മെക്കാനിക്കലും അതുപോലെ മെക്കാനിക്കൽ പഠിച്ച ആളാണോ ഈ സംഭവത്തിലേക്ക് മാറിയത്? അതിന് വേറൊരു വിഷയമുണ്ട്. ഈ പാമ്പിന്റെ പിന്നാലെ കൂടാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അത് ഇപ്പം തൊഴിൽപരമായിട്ടും എനിക്ക് ഈ അറിവ് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ പവർ പ്ലാന്റ് ആണ് പണിയുന്നത്, പുറത്താണ്. അത് പ്ലാന്റിന്റെ ഇടയ്ക്ക് പാമ്പ് കയറുമോ? ഇഷ്ടം പോലെ. അതെ, അത് ഞങ്ങൾ ഈ മരുഭൂമിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു വലിയ ഇപ്പൊ 22 കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഒരു പവർ പ്ലാന്റിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്. 10,000 ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുകൊണ്ടി വരും. അപ്പൊ നാട്ടും പുറത്ത് കാണുന്ന പാമ്പും അവിടെ കാണുന്ന പാമ്പുകളും അതിന്റെ സ്വഭാവം വ്യത്യാസമുണ്ട്. അപ്പൊ പാമ്പുകൾ ധാരാളം ഉള്ള ഒരു മണലാരണ്യത്തിലേക്ക് അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോകണം ചെയ്യുന്നത്. അപ്പൊ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അവിടെ കൂടുകയാണ്. അപ്പൊ അന്നേരം ഈ അറിവ് ഒരുപാട് സഹായം ചെയ്യും. കാരണം ഞങ്ങൾക്ക് ആ പാമ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഇത് രാത്രി പുറത്തിറങ്ങാണോ പകല് പുറത്തിറങ്ങാണോ, വിഷമുള്ളതാണോ അല്ലയോ, അതനുസരിച്ച് നമുക്ക് റിസ്ക് അസസ്മെന്റ് ചെയ്ത് ഞങ്ങൾക്ക് എടുക്കേണ്ട പ്രിവെന്റീവ് മെഷർ എടുക്കാം. ഈ പാമ്പിനോടുള്ള പേടി ആരും മാറ്റരുത്. പകരം കേരളത്തിൽ നല്ലൊരു സംവിധാനം അല്ല, പേടി വേണം. പാമ്പിനെ പേടിക്കണം, അതിനെ ബഹുമാനിക്കണം. അതൊരു ആനിമലാണ്, നമ്മൾ കൈകൊണ്ട് കൈകാര്യം ചെയ്യരുത്, അടിച്ചു കൊല്ലാനോ പോകരുത്. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുവിധം എല്ലാ വീടുകളിലും അറ്റ്ലീസ്റ്റ് ഒരു സ്മാർട്ട് ഫോണെങ്കിലും കാണും. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നിയറസ്റ്റ് റെസ്ക്യൂറിന്റെ സഹായം തേടുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പൊതുജനത്തിനോട് കൊടുക്കാനുള്ളത്. താങ്കൾ പൊതുവെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിൽ നിൽക്കുമ്പോൾ പാമ്പിന്റെ പടം ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലാണോ എടുക്കുക? ഇത് ഈ പേടി എന്ന് പറയുന്നത് അത് കാണുന്ന ആളുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. ഇപ്പം എന്റെ സെയിം ടേസ്റ്റ് ഉള്ള ഒരാൾക്ക് വെച്ചാൽ അത് അതിന്റെ ബ്യൂട്ടിയാണ് അസസ് ചെയ്യുന്നത്. നേരെ മറിച്ച് പാമ്പിനെ പേടിയുള്ള ഒരാളെ എന്റെ ഫാമിലിയിൽ തന്നെ പലർക്കും ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അന്നത്തെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറയും. അപ്പൊ എന്റെ അമ്മ തന്നെ, എന്റെ അമ്മയ്ക്ക് പോലും കാണാൻ ഇഷ്ടമല്ല ഞാൻ എടുത്ത ഫോട്ടോസ്. അപ്പം ഒരു ആനിമലാണ്, അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഈ ഹെർപ്പിംഗ് എന്തൂസിയാസ്റ്റിനെ സെക്കൻഡറി ആണ് ഫോട്ടോഗ്രാഫി. ആദ്യം ഞങ്ങൾക്ക് ആ സ്പീഷീസിനെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.